9, 8, 7, 6, 5, 4, 3, 2. Are you ready? Three, four. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുള്ളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അസ്സലായി മോനെ എന്താ ഇത്? ഇത് പാട്ട്. ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിന്തി തടത്തിൽ. നമസ്കാരം. ഇന്ന് ഫ്ലവേഴ്സിൻ്റെ മറ്റൊരു ഷോ ആരംഭിക്കുകയാണ്. ഇത് തീർത്തും എന്താ പറയുന്ന ഒരു മധുരതരമായിട്ടുള്ള ഗാനത്തിൻ്റെ ഒരു ഷോയാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്നാണ് ഈ ഷോയുടെ പേര്. തീർച്ചയായിട്ടും ഇത് വ്യത്യസ്തമാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള നല്ല ക്യൂട്ടി സോപ്പ് പോലത്തെ ക്യൂട്ടായിട്ടുള്ള കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തമ്പുരാട്ടി കരത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ കൂട്ടിനിണയല്ലേ കൊഞ്ചം മൊഴിയല്ലേ കൂടെ വരൂ കൂടെ വരൂ. കാക്കത്തമ്പുരാട്ടി കരത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ. രാജശില്പി നീനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാനെനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ? രാജശില്പി. അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ.
ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കാറ്റിനോടു കിളികളോടു കഥക ചൊല്ലി നീ കളിക ചൊല്ലി കാട്ടുപൂവിൽ കരളിനോടു നീ നിഴലായി അലസമലസമായി അരികിലൊഴുകി വാ. ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൽ കരളിനോടും നീ. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്തനീലനിശീഥിനി മാനസദേവന്റെ ചുംബനപ്പൂക്കളോ സ്മിരവതേ നിന്റെ ചുടിയിണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്തനീലനിശീഥിനി മാനസദേവന്റെ ചുംബനപ്പൂക്കളോ സ്മിരവതേ നിന്റെ ചൊടിയിണയിൽ. എന്തിനു വേറൊരു സൂര്യോദയം, എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം, എന്തിനു വേറൊരു മധുവസന്തം, എന്നും നീ എന്നരികിലില്ലേ. മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ. കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നിൻ ഉള്ളിൽ പൂക്കാലം. കളിയാടാമേ കിളിമളത്തലരോലം, കളിയാടാമേ കിളിമളത്തലരോലം. കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നിൻ ഉള്ളിൽ പൂക്കാലം. ഈ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള പാട്ടുകാരുടെ ഒരു മത്സരമാണ്. പിന്നെ ഞങ്ങളുടെ ജഡ്ജിമെൻ്റ് എന്ന് പറയുന്നത് അവരുടെ വയസ്സിന് തക്കവണ്ണമുള്ള ജഡ്ജിമെൻ്റ് ആയിരിക്കും. വേറൊരു
ഭാഗ്യം കൂടെ എനിക്കുണ്ടായി. ഐഡിയാസ് ശാസ്ത്രങ്ങളിലുണ്ടായിരുന്ന എല്ലാ വ്യക്തികളും ഒരു പുനർസംഗമം നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗേഴ്സിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഫ്ലവേഴ്സ് ചാനൽ എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത്, ബാക്കി എല്ലാ ചാനലിനെക്കാട്ടിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് എത്ര അഭിനന്ദനങ്ങൾ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീകണ്ഠൻ നായർ ജി. നമുക്ക് മലയാളത്തിലൊരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ എന്നാലോചിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ഐഡിയ സ്റ്റാർ സിംഗറാണ്. ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ നെടുന്തൂണായിരുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ എം ജി ശ്രീകുമാർ. മാത്രമല്ല അന്ന് അതിൻ്റെ 2007 അതിൻ്റെ ചുക്കാൻ പിടിച്ചത് ശ്രീജിയാണ്. അപ്പോൾ അതുപോലെ ഈ ഐഡിയ സ്റ്റാർ സിംഗർ ആഴ്ചയിൽ ഏഷ്യാനെറ്റിൽ 2 ദിവസം സംപ്രേഷണം ചെയ്യുമ്പോൾ അതിന് എല്ലാമായിരുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സംഗീത സംവിധായകൻ ശ്രീ എം ജയചന്ദ്രൻ. അപ്പോൾ അദ്ദേഹവും ഇന്ന് ഈ പരിപാടിയിൽ ഒരു വിധികർത്താവായിട്ടുണ്ട്. അതേപോലെ ഈ പരിപാടിയുടെ ഷോ ഡയറക്ടറായിരിക്കുന്ന സിന്ധു ശ്രീധർ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഒരു പ്രൊഡ്യൂസറായിരുന്നു ഏഷ്യാനെറ്റിൽ. അപ്പോൾ എല്ലാം കൊണ്ടും ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഒരു സംഗമവേദി എന്ന് എം ജി ശ്രീകുമാർ വിശേഷിപ്പിച്ചത് വളരെ ശരിയാണ്. ഈ ഷോയുടെ അവതാരക ആരെന്ന് ചോദിച്ചാൽ ദൃശ്യം എന്ന ചലച്ചിത്രത്തിലൂടെ നമ്മുടെ എല്ലാം ശ്രദ്ധ കവർന്ന എസ്തർ അനിൽ. എസ്തർ സ്റ്റേജിലേക്ക് എല്ലാവരും ഒരു കൈഡി കൊടുക്കും. എസ്തർ മോൾക്കെല്ലാ ആശംസകളും. ഇനി ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നത് മലയാളികൾക്ക് ഏറ്റവും നല്ല ഒരുപിടി സുന്ദരമായ ഗാനങ്ങൾ സംഭാവന ചെയ്ത ആളാണ്. ഒരുപക്ഷെ ജയചന്ദ്രൻ ചെയ്തു വെച്ച പാട്ടുകൾ കാലാതിവർത്തിയായി നമ്മുടെ നാട്ടിലുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ എല്ലാം അനുമതിയോടെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ എം ജയചന്ദ്രൻ. എല്ലാവർക്കും നമസ്കാരം. വളരെ സുന്ദരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ രസകരങ്ങളായിട്ടുള്ള കുറേ നിമിഷങ്ങളിലൂടെ ആണ് നമ്മളിനി കടന്നു പോകാൻ പോകുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ളതാണ്, കുഞ്ഞുങ്ങളുടെ സത്യമായ സംഗീതത്തിൻ്റെ കൂടെയാണ് എന്നുള്ളതാണ്. പണ്ട് ഇതുപോലെ ഒരു റിയാലിറ്റി ഷോയിലാണ് ഞാൻ ആദ്യമായിട്ട് ശ്രേയക്കുട്ടിയെ കാണുന്നത്. അങ്ങനെ ശ്രേയക്കുട്ടിയുടെ പാട്ട് കേട്ട് അത്ഭുതപ്പെട്ട് ശ്രേയക്കുട്ടി ഗോഡ് എന്ന് പറഞ്ഞ ആൽബത്തിൽ മേലെ മാനത്തെ ഈശോയെ പാടിക്കാനായിട്ട് വിളിച്ചതും ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഫ്ലവേഴ്സിൻ്റെ ഉദ്യാനത്തിൽ ശ്രേയക്കുട്ടി പോലെ തന്നെ ഏറ്റവും നല്ല നാളെയുടെ നക്ഷത്രങ്ങൾ പിറക്കാൻ ആവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്ത ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നത് കുറഞ്ഞ കാലയളവിൽ അതിഗംഭീരമായിട്ട് പാടി 2 സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ച് നിരവധി സിനിമകളിൽ പാടി ഒരു യുണീക്കായിട്ടുള്ള ഒരു ഗായികയാണ്, മറ്റാരുമല്ല സിത്താര. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു പരിപാടി എനിക്ക് വലിയൊരു അനുഭവമാവും എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പുണ്ട് എനിക്ക്. കാരണം എൻ്റെ ഗുരുസ്ഥാനീയരായിട്ടുള്ള എം ജി സാറിൻ്റെയും എം ജയേന്ദ്രൻ സാറിൻ്റെയൊക്കെ കൂടെയാണ്. അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് പോലെ ഒരുപാട് ടിപ്സും ഒരുപാട് അനുഭവങ്ങളും എനിക്കും കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ എനിക്ക് എൻ്റെ മുതിർന്ന ആളുകളായിട്ടുള്ള ഗുരുസ്ഥാനീയരായിട്ടുള്ള ആളുകൾ പറഞ്ഞു തന്ന കാര്യം എൻ്റെ കുഞ്ഞു മക്കൾക്ക് ഷെയർ ചെയ്യാമെന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്കും ചെയ്യാനുള്ളൂ. നമുക്കൊരാളെയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്നെസ് കിട്ടും എന്നെനിക്ക് തോന്നുന്നു. നിരവധി ഗാനങ്ങൾ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഇപ്പോൾ പാടി ഹിറ്റായി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ശ്രേയക്കുട്ടിയെ കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇങ്ങനൊരു സ്റ്റേജിൽ എൻ്റെ ഗുരുക്കന്മാരായ എല്ലാവരുടെയും കൂടെ നിൽക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. പിന്നെ ഈ ഷോയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി നമുക്കൊരു മുഖ്യാതിഥിയെ വിളിക്കാനുണ്ട്. മുഖ്യാതിഥി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശരിയാകുമെന്ന് അറിയില്ല. നമുക്കെല്ലാം വേണ്ടപ്പെട്ടയാളാണ്. സ്ക്രീൻ നിറഞ്ഞു നിൽക്കുമ്പോഴും സ്ക്രീനിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇദ്ദേഹം ജനമധ്യത്തിൽ നിൽക്കുമ്പോഴും ഒക്കെ ഇദ്ദേഹം എല്ലാവർക്കും നമുക്കും പ്രിയങ്കരനാണ്.
നമുക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമുക്കെല്ലാം പ്രിയങ്കരനായ ഇന്നസെന്റ് ചേട്ടൻ MP. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ചേട്ടാ, അതായത് ചേട്ടനൊരു പുസ്തകം എഴുതി എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ പുസ്തകം എഴുതി ഇറ്റാലിയൻ ഭാഷ പോലെ ലോകത്തെ പ്രധാനപ്പെട്ട ഭാഷകളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞിട്ടല്ല പറഞ്ഞത്, പക്ഷെ പറഞ്ഞപ്പോൾ തോന്നി അത് നന്നായി. കാരണം ഞാൻ ഒരു വലിയ ആളാണെന്ന് നിങ്ങളൊക്കെ അറിയുന്നത് നല്ലതല്ലേ. എനിക്ക് അതിൻ്റെ രഹസ്യം ഇവിടെ വെച്ചങ്ങ് പൊട്ടിച്ചാലോ? നമ്മുടെ ഇറ്റാലിയൻ പുസ്തക പ്രകാശനത്തിൻ്റെ കാര്യം പറയാം. ഞാൻ അസുഖമായിട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്കറിയാം 2 പ്രാവശ്യം എനിക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗം, മാരകമായ രോഗം എന്നൊക്കെയാണ് ആളുകൾ പറയുക. എന്തായാലും ഒരു പ്രാവശ്യം വന്നു, രണ്ടാമതും വന്നു. അപ്പോൾ ഈ വരുന്ന സമയത്തൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ രോഗി മരിക്കുന്നത് ഇയാളെ കാണാൻ വരുന്ന ആളുകളുടെ നോട്ടം കൊണ്ടും അവരുടെ പറച്ചിൽ കൊണ്ടൊക്കെയാണ്. നമ്മളെ നോക്കിയിട്ട് പറയുകയാണ് ഇതെന്താ ഇങ്ങനെയായേ, അങ്ങനെ പറയാൻ പാടില്ല നമ്മളെ. അപ്പോൾ അത് പറയുന്ന വഴിക്ക് നമുക്ക് തന്നെ തോന്നും അയ്യോ നമ്മളങ്ങനെ ആയിപ്പോയോ, ഇനി നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ അന്ന് എഴുതിയതാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പുസ്തകം. ഞാൻ MP ആയി ആദ്യമായിട്ട് ഡൽഹിയിൽ ചെന്നപ്പോൾ എൻ്റെ മകനാണ് സോണറ്റ്, അവൻ എൻ്റെ അടുക്ക് വിളിച്ചു പറഞ്ഞു അപ്പച്ചാ 5ാം ക്ലാസ്സിലെ പാഠമാണ് അപ്പച്ചൻ്റെ പാഠപുസ്തകം ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നൊരു പാഠമാണ്. ഞാൻ കേട്ടപ്പോൾ എനിക്ക് MP എന്ന് പറയുന്നത് അതിനേക്കാളും താഴെയാണെന്ന് തോന്നിപ്പോയി. ഇപ്പോൾ ഇറ്റലിയിൽ പോയപ്പോൾ ഞാനും ഒന്നും ശ്രീകുട്ടനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഉള്ള ഒരു ഇറ്റാലിയൻ സ്ത്രീ ഈ പുസ്തകത്തിൻ്റെ മേന്മ അറിഞ്ഞിട്ട്, അതായത് ഇംഗ്ലീഷിൽ എഴുതിയത് അവർ വായിച്ചതിന് ശേഷം ഇപ്പോൾ അവിടെ ഇറ്റാലിയൻ ഭാഷയിൽ അവർ ആ പുസ്തകം അവിടെ പബ്ലിഷ് ചെയ്തു. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി ഇറ്റലി ഭാഷ സംസാരിക്കുന്നത് ആരാണ്? നമ്മുടെ സോണിയാഗാന്ധി. ഞാൻ അവരുടെ അടുക്ക പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഈ പുസ്തകം തരുന്നതായിട്ട് പ്രകാശനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും ഞാൻ ഈ പുസ്തകം കൊടുത്തു. അവരെൻ്റെ അടുക്ക പറഞ്ഞു ആരും ഒരു MP-യും ഇതുവരെ ഞങ്ങളുടെ ഭാഷയിൽ എഴുതിയൊരു പുസ്തകം എനിക്ക് തന്നാൽ എനിക്കതൊക്കെ വലിയ കാര്യമാണ്. അതൊക്കെ നിങ്ങളോട് പറയാനുള്ളൊരു അവസരം മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ ഉണ്ടാക്കി തന്നതിന് നന്ദി. വേറൊന്നുമില്ല, നമ്മളെ കുട്ടികളുടെ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഫ്ലവേഴ്സ് ഇങ്ങനൊരു പരിപാടി തുടങ്ങുന്നത്. നമ്മൾ ആ പ്രായത്തിലുള്ളതൊക്കെയാണ്. ഇവരൊക്കെ വലുതായി കഴിയുമ്പോഴാണ് നമുക്ക് പറയാം നമുക്ക് അന്ന് ആകെ കിട്ടിയ ഒരു മെഡല് അല്ലെങ്കിൽ ഒരു ഷീൽഡ് നമുക്ക് നമ്മളെ വളർത്തിയതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. നമ്മളെന്നും ഓർക്കും. നന്നായിരിക്കട്ടെ. നന്ദി. എനിക്ക് ഒത്തിരി സന്തോഷം ഇനി ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ആദ്യം തന്നെ ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് അങ്കിളിനെ സ്വാഗതം ചെയ്യുന്നു. ദശകവൈഭവം നിറഞ്ഞു നിൽക്കുമീ മഹാ പ്രപഞ്ചസേമതോറുമേ നിറഞ്ഞിടുന്ന ദൈവമേ, പിറന്ന പുണ്യഭൂവിനോടെനിക്കു കൂറു തോന്നണം. മരിക്കുവോളമമ്മയെ സ്മരിക്കുവാൻ കഴിയണം. സെലക്ഷൻ റൗണ്ടിൽ ആദ്യം വിളിക്കാൻ പോകുന്നത് ശിവാനി ഫ്രം തലശ്ശേരി. ശിവാനി കുട്ടി ഫുൾ ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പെർഫോമൻസിന് വേണ്ടി ഇട്ടതാണോ മാച്ചിങ് ആയിട്ട്? അതെ. ഇനി ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ബ്രഹ്മകമലം, പിന്നെ അയലാപരിച്ചതുണ്ട്. ഓക്കേ. ഹായ്, എൻ്റെ പേര് ശിവാനി ബി സഞ്ജീവ്. ഞാൻ തലശ്ശേരിയിൽ നിന്ന് വരുന്നു. അമൃത വിദ്യാലയം സ്കൂളിലെ 7th സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് സോങ് പാടാൻ പോവാണ്. അപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം.
പ്രേക്ഷകരൊക്കെ വെയിറ്റ് ചെയ്യുവാണ്, അവർ ഒരുപാട് എക്സൈറ്റഡും ആണ്. ഓക്കെ, അപ്പൊ തകർക്കണം, ചെയ്യില്ലേ? ഓൾ ദി വെരി ബെസ്റ്റ്. ശിവാനി ആദ്യം ഗംഭീരമായിട്ടൊരു തുടക്കം കുറിച്ചു, ദേവിയെക്കുറിച്ചൊരു പാട്ട് പാടി. അപ്പോൾ സെലക്ഷൻ റൗണ്ടിൽ അടുത്ത ഗാനം ഏതാണ്? അയല പൊരിച്ചതുണ്ട്. അയല പൊരിച്ചതുണ്ട്. അയല പൊരിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടില്ല, പാട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? ഒന്നും അങ്ങനത്തെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ. പൊരിച്ച കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്, അല്ല വേറൊന്നുമില്ല. അപ്പൊ തട്ടിക്കോ. നല്ലതായിരുന്നു. ആദ്യം തന്നെ നല്ല ഐശ്വര്യമായിട്ടൊരു പാട്ട് പാടി, അതിനുശേഷം അയല പൊരിച്ചതുകൊണ്ട് പാടി. പാവം ഇന്നസെൻ്റ് അങ്കിൾ ഒരു അയല വറുത്തത് ചോദിച്ചിട്ട് അതുപോലും കൊടുത്തില്ല കേട്ടോ, അത് മോശമായി പോയി. എന്തായാലും നല്ല ക്യൂട്ടായിരുന്നു ശിവാനി, ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ജഡ്ജസ് എൻജോയ് ചെയ്തോന്ന് ചോദിക്കണ്ടേ? ശ്രീജി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? ശിവാനി നന്നായിട്ട് പാടി കേട്ടോ. ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നമ്മുടെ എന്താണ് ഈ എപ്പിസോഡ് തുടക്കത്തിൽ ടോപ്പ് സിംഗേഴ്സിൽ വന്നിട്ട് ഒരു ദേവിയുടെ കീർത്തനം പാടി. അത് കഴിഞ്ഞ് പിന്നെ പാടി നമ്മളെയൊക്കെ കൊതിപ്പിച്ചു. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നസെൻ്റ് ഏട്ടനെ വല്ലാണ്ട് കൊതിപ്പിച്ചളഞ്ഞു. അങ്ങനെ എന്തുകൊണ്ടും പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാടി, നല്ല രസകരമായിട്ട് പാടി. എനിക്ക് അത്രേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. ഓക്കെ. ശിവാനി കുട്ടി മനസ്സിലായിട്ട് പാടി. നല്ല ഗ്രേസ്ഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിരുന്നു. നല്ല എക്സ്പ്രഷൻ ഉണ്ട് ശിവാനിക്ക്. ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ശിവാനി പാടുന്നത്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ ആദ്യമായിട്ട് പാടുകയാണ് അല്ലേ? സാർ പറഞ്ഞ മാതിരി ഐശ്വര്യമായിട്ട് തുടങ്ങി, ഭംഗിയായിരുന്നു. ഓൾ ദ ബെസ്റ്റാ. ഇനി നിറയെ പാടാൻ പറ്റട്ടെ. ശിവാനി എന്ന് പറയുന്നത് തന്നെ ദേവിയുടെ പേരാണ്, ശിവാനി. ഇന്ന് തുടങ്ങിയതും സരസ്വതി ദേവിയെക്കുറിച്ചുള്ള സ്തുതിയാണ് അല്ലേ? നാദബ്രഹ്മ സുധാമയി എന്ന് പറയുന്നത് നാദബ്രഹ്മമാകുന്ന സുധ, അമൃത് തൂകുന്ന അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അമ്മയെക്കുറിച്ച് പാടി, അത് ഗംഭീരമായി.
സരസ്വതി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അറിവിൻ്റെ ഒഴുക്കെന്നാണ്. ആ അറിവിൻ്റെ ഒഴുക്കാണ് സംഗീതമായിട്ട് ഇവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം ശിവാനിയിൽ നിന്നാവുന്നതിൽ വളരെ സന്തോഷം. നമുക്ക് 3 പേർക്കും സുന്ദരമായിട്ട് പാടി. രണ്ടാമത്തെ പാട്ട് നന്നായിട്ട് പാടി. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇങ്ങനെ സീരിയസ് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. പെർഫോമൻസ് ആണ്, സീരിയസ് ആവാൻ പാടില്ല. അയല പൊരിച്ചതുണ്ട് എന്ന് പാടിക്കതിന് ശേഷം BGM വരുമ്പോഴത്തേക്കും വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ്. പിന്നെയും പാട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെ വരരുത്. എൻജോയ്മെൻ്റ് ആണ്, നമ്മൾ എൻജോയ് ചെയ്യണം പാട്ട്. നമ്മൾ പാട്ട് എൻജോയ് ചെയ്യുമ്പോഴേ മറ്റുള്ളവർ ആ പാട്ട് എൻജോയ് ചെയ്യുള്ളൂ. ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് അല്ലേ? അപ്പോൾ ഓഡിയൻസിലേക്ക് എൻജോയ്മെൻറ്റ് കൊടുക്കുക, അവർ തിരിച്ച് എൻജോയ്മെൻറ്റ് അവരുടെ നല്ല കയ്യടിയോട് കൂടി അവർ തരും കേട്ടോ. അപ്പോൾ ഒരു കയ്യടിയും കൂടെ നമുക്ക് ശിവാനിക്ക് കൊടുക്കാം. ഇനി നമ്മുടെ ചീഫ് ഗസ്റ്റിനോട് തന്നെ ചോദിക്കാം. ഇന്നസെന്റ് അങ്കിൾ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? ശിവാനിക്ക് ആദ്യത്തെ പാട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ഇവർക്കൊക്കെ വേണ്ടി പാടിയതാണ്. പക്ഷെ ആ കുട്ടിക്ക് മനസ്സിലായി ഇയാൾക്ക് ഈ പാട്ട് മതി എന്നുള്ളത്. അതിനാണ് ഈ അയില പൊരിച്ചതുണ്ടത് എനിക്ക് വേണ്ടി മാത്രം പാടിയതാണ്. മറ്റത് എനിക്ക് മനസ്സിലാവില്ല എന്ന് ആ കൊച്ചുകുട്ടിക്കും മനസ്സിലായി പോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഇല്ല അല്ലേ? അസലായി പാട്ടൊക്കെ അസലായി. ഈ പറഞ്ഞതുപോലെ എനിക്കിതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഈ ഉപ്പിലിട്ടതും ചെറുമണി ചോറും ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഉണ്ണാൻ വരെ തോന്നി എന്നുള്ളതാണ് അതാണ്. നന്നായിരിക്കട്ടെ, വളരെ സന്തോഷം. ശിവാനി വന്നു, പാട്ട് പാടി, ഞങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്തു. ഇന്ന് നമുക്ക് ഇന്നസെന്റ് അങ്കിളിനെ കൊണ്ട് 2 പാട്ട് പാടിച്ചാലോ? അല്ലെങ്കിൽ 2 വരി? ഓക്കെ, എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്ത് 2 വരി പാടുമോന്ന്? ഒരു പാട്ട് പാടാം. അവിടെ ഇരുന്ന് പാടിയാലാണെങ്കിലും മതി, ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി. ഞാൻ വെറുതെ 2 വരി ഇത്രയേ ഉള്ളൂ. അതിൽ നിന്ന് എന്നെ പറ്റി ഒന്നും ധരിക്കരുത്. നിങ്ങളുടെ പോലെയൊക്കെ തന്നെയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. പൊൻവേൽ മണിക്കച്ച അഴിഞ്ഞു വീണു, സ്വർണ്ണ പീതാംബര മുലഞ്ഞു വീണു, കണ്ണൻ്റെ മന്മഥ ലീലാവിനോദങ്ങൾ സുന്ദരി വനറാണി അനുകരിച്ചു, സുന്ദരി വനറാണി അനുകരിച്ചു. താങ്ക് യു സോ മച്ച്. എന്താ ഇഷ്ടത്? നമുക്കറിയില്ല കഥ. ഡോളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശിവാനിക്ക്. സമ്മാനമായിട്ട് കിട്ടിയാൽ എന്ത് തരും? നന്നായിട്ടുണ്ടാവും. ഈ വരൂ. ഡോളൊക്കെ കിട്ടി, ഹാപ്പി ആയല്ലോ? എന്നാ ശരി, ഇനി വീട്ടിലേക്ക് പോയിക്കോ. അപ്പൊ സെലക്ഷനെ കുറിച്ച് അറിയണ്ടേ? ഓ, ഗിഫ്റ്റ് കിട്ടിയപ്പോ സെലക്ഷനെ കുറിച്ച് ഒന്നും അറിയണ്ട അല്ലേ? ശിവാനിക്ക് സമ്മാനം കിട്ടിയപ്പോ വേറെ ഒന്നും ഓർമ്മയില്ല. ബൊമ്മക്കുട്ടിയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പോവാ. Congratulations, you are selected to the next stage. അപ്പൊ ഗിഫ്റ്റ് കിട്ടി, സെലക്ഷനും കിട്ടി. അടുത്ത റൗണ്ടിൽ കാണുമല്ലേ നമ്മൾ വീണ്ടും? ഓക്കെ. ഞാൻ ശിവാനിയുടെ അച്ഛനാണ്. ഒരുപാട് കഴിവുള്ള കുട്ടികൾ മാറ്റുരച്ചൊരു വേദിയായിരുന്നു ഓഡീഷൻ. അപ്പോൾ ഇത് എന്തായിത്തീരുന്നുള്ളത് ഭയങ്കര ഒരു ടെൻഷനുള്ളൊരു നിമിഷങ്ങളായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്. കാരണം മോള് അവരുടെ മുന്നിൽ പാടുമോ എന്നുള്ള ടെൻഷൻ വേറെ, ഇത്രയും ജഡ്ജസിനെ നേരിട്ട് കാണുന്ന ആ ഒരു ത്രില്ല് നമുക്കത് വേറെ, എല്ലാം കൂടി ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് മൂഡിലായിരുന്നു. പാട്ട് തന്നെയാണ് ശിവാനിക്ക് എക്കാലത്തും പ്രിയപ്പെട്ടത്. അത് കഴിഞ്ഞ് അവൾക്ക് ഏറ്റവും ഇഷ്ടം ഡോൾസാണ്. ഡോൾസിനോട് വല്ലാത്തൊരു ക്രേസാണ് മോക്ക്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്കർ ജ്വല്ലറിയിലെ അടുത്ത കണ്ടസ്റ്റന്റ് വൈഷ്ണവി ഫ്രം ഹൈദരാബാദ്. ഹൈദരാബാദിൽ നിന്ന് എങ്ങനെ ഇവിടം വരെ എത്തി?
ഫ്ലൈറ്റിൽ നിന്ന് വന്നു. അയ്യോ ഞാൻ വെച്ച് നടന്നു വന്നു. ഹലോ, എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ ഹൈദരാബാദിൽ നിന്ന് വരുന്നു. ഞാൻ UKG പഠിക്കുന്നു. ഇവിടെ ഞാൻ വന്നത് ടോപ്പ് സിംഗറിൽ പാടാനാണ്. ഞാൻ ഇതുവരെ പാടിയില്ല. ഈ ഫ്രണ്ടിലത്തെ ഗ്രില്ലൊക്കെ പോയോ? പോയോ? പല്ലു ടൂത്ത് ഫെയറി എടുത്തോണ്ട് പോയി. അയ്യോ. വൈഷ്ണവിയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ശ്രേയ ചേച്ചി പാടിയ തുഞ്ചത്തെ പൈങ്കിളി. തുഞ്ചന്റെ പൈങ്കിളി ശ്രേയക്കുട്ടി പാടിയ അതാണ് ഇഷ്ടം. ഇപ്പൊ പാടാൻ പോകുന്ന ഏതാ? തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്, പിന്നെ മഞ്ഞണി പൂനിലാവ്. അയ്യോ, ഇമ്മിണി വലിയ പാട്ടുകളാണല്ലോ. ഇതൊരു വലിയൊരാളാണല്ലോ. അപ്പൊ കേക്കട്ടെ, പാട്ട് കേക്കട്ടെ കേട്ടോ. നന്നായി പാടണം കേട്ടോ. ഓക്കെ. തിരിച്ചതായോ? ഒരു ഉമ്മതായോ? അങ്ങോട്ട് ആച്ചടാ. നീ എന്താ അടുത്ത പാട്ട് ഏതാ പാടണേ? തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്. തമ്പ്രാൻ തൊടുത്തത് മലരമ്പാണോ പാടണേ? അത് നല്ല ധൈര്യമായിട്ട് ഇതേപോലെ തന്നെ പാടിക്കോട്ടോ, മെട്ടിക്ക് കുട്ടി. തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്, ദാഹിച്ചു മോഹിച്ചു തപസിരുന്ന തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്. തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്, ദാഹിച്ചു മോഹിച്ചു തപസിരുന്ന തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്.
നോക്കിയ 2 പല്ലില്ലെങ്കിലും എന്നാ ചിരിയ. ഒരു ക്ലാപ്പ് കൊടുത്തേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വൈഷ്ണവി, എന്ത് സർ? ഞാൻ അതിശയിച്ചിരിക്കുകയാണ്. കാരണം വൈഷ്ണവി ഈ ഭൂമിയിൽ വന്നിട്ട് വെറും 6 വർഷമേ ഉള്ളൂ. ഈ 6 വർഷത്തിനിടയിൽ ഇത്രയും തകർപ്പനായിട്ട് പാടണമെന്നുണ്ടെങ്കിൽ എന്താണ് വൈഷ്ണവി? ഒരു വലിയ കൈയടി കൊടുക്കണം. ഭാവിയിലെ ഒരു വാഗ്ദാനമായിട്ട് മാറും, സംശയമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല ആ ചങ്ങലകിലുക്കം കേട്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചങ്ങലകിലുക്കം കേട്ടപ്പോൾ നെഞ്ചിനകത്തൊരു കാണിച്ചു കൊടുത്തേ എങ്ങനെയാ ചെയ്തത്? ചങ്ങലകിലുക്കം കേൾക്കുമ്പോൾ ചങ്കിനകത്തൊരു പെടപെടപ്പ്. അതന്നെ. പാട്ടും അഭിനയവും അതിന് തക്കവണ്ണമുള്ള അതിന് യോജിച്ച എക്സ്പ്രഷൻസ്. ഓവറാക്കിയില്ല, അണ്ടറും ആക്കിയില്ല. ഗംഭീരമായിരുന്നു. കുണ്ടുപോലിരിക്കുന്നില്ല. എന്തോ കഴിക്കുന്നേ? ചോറ് മാത്രം. വേറെ ഇഷ്ടമുള്ള എന്താണ്? അയ്യോ, ഐസ്ക്രീം കഴിക്കരുത്. പാട്ടുകാർ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. ഇതിന് സെലക്ഷൻ കിട്ടിയാൽ കഴിക്കുവോ? അതും പാടില്ല. അമ്മ അലൗ ചെയ്യില്ല. നമ്മള് ഐസ്ക്രീം കഴിക്കുന്ന കുട്ടികൾക്ക് സാധാരണ നമ്മൾ സെലക്ഷൻ കൊടുക്കാറില്ല അല്ലേ സിത്തു? കൊടുക്കാറില്ല. എന്താ ചെയ്യാ, മെഡിക്കാണ് താനും. പക്ഷെ എന്ത് ചെയ്യും? ഐസ്ക്രീം ഇഷ്ടം പോലെ കഴിച്ചോ, കുഴപ്പമില്ല. ഐസ്ക്രീം കഴിച്ചിട്ടല്ലേ ഇത്രയും നന്നായിട്ട് പാടണേ. അപ്പൊ ഇനി ഐസ്ക്രീം കഴിച്ചോ കേട്ടാ. ഐസ്ക്രീം കഴിക്കാതെ പാടുന്നു. എന്തായാലും ഇത് എന്താണ് പറയേണ്ടത്? മോള് പാടിയത് സൂപ്പർ. 2 പാട്ടും എത്ര രസമായിട്ടാ പാടുന്നത്. 6 വയസ്സുള്ള മോളല്ലേ? അതെ, അത്ഭുതമാണ്. അങ്കിളിന് അത്ഭുതം തോന്നുന്നു. മോളെ, ഒരു പാട്ട് പാടി ഇത്രയും നന്നായിട്ടൊക്കെ പാടണമെങ്കിൽ ഒരു 5-6-7 കൊല്ലം സാധകം ചെയ്തിട്ടൊക്കെയാണ്. ഇതെപ്പം തുടങ്ങി എന്നുള്ളതാണ്. അതായത് പ്രസവത്തോടു കൂടി തന്നെ തമ്പ്രാൻ കൊടുത്തത് എന്ന് പറഞ്ഞ് വന്നോ എന്നുള്ളതാണ്. അതിന് പോലും സമയം, ചിക്കുട്ടൻ പറഞ്ഞത് കറക്റ്റാ, അതിന് പോലും സമയമില്ലാതെ മോള് പാടിയപ്പോൾ ഈ അങ്കിള് അന്തം വിട്ടുപോയി. അത്ര ഗംഭീരമായിട്ട് മോള് പാടി. വരികൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു ഗ്രാമപ്രദേശത്തേക്ക് അല്ലേ അങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നീ ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോണെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. ആയിക്കോട്ടെ, നന്നായിരിക്കട്ടെ. വൈഷ്ണവി, ഇത്രയും നല്ല പെർഫോമൻസ് കണ്ടിട്ട് സെലക്ടഡ് അല്ല എന്ന് എങ്ങനെ പറയും? കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സെലക്ടഡ് ടു ദി നെക്സ്റ്റ് സ്റ്റേജ്. കഴിക്കില്ലാന്ന് പറഞ്ഞിട്ട് ഇനി വേണ്ടേ? അപ്പൊ തന്നെ നാവ് നീട്ടി മെല്ലെ നക്കിയെടുക്കുക സൈഡിന്ന്. കള്ളത്തി സുന്ദരി പാറു, ഇഷ്ടപ്പെട്ടോ? നീ ഐസ്ക്രീം കഴിക്കോ? പെർഫോമൻസ് എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. ഇനി ഒരു മനോഹരമായ പാട്ടുമായിട്ട് പ്രിയ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രേയക്കുട്ടിയാണ്. നിസഗസ 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 പാ സഗമഗ 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 സാ സനിപ നിപമ സനിപ നിപമ സനിഗ സമഗ പമ നിപ സനിഗ നിസ പനിസ നിസഗ സഗമഗ മപ മപ പനിസ നിസഗ സ സഗമപ നിപമപ സഗമപ നിപമപ ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴ
കുഴൽ വിളി അലനീയും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരവിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനിസ നിസക സഗമഗമപ മപനി പനിസ നിസക ശ്യാമമേഘമേ സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി. నిసమగ సగమప గమ పని మ పని స నిసగ స నిస సమగమ సగ స నిస నిస పని పా పమ పని పని మ పమ గ సగమ గమ సగ స ഏതോ ഹരിതനി കുഞ്ചത്തിൽ പല്ലവിയായത് നീയല്ലോ ആരാമത്തിൻ കുസൃതി പൂങ്കാറ്റും മണവും നീയല്ലോ അകതാരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ ഉദായത്തിൻ സൗവർണ്ണ കിരണങ്ങൾ വിതറുന്ന പൂവൻ മനസ്സിൽ പിരിയൂ. സനിക സമഗ പമ പനി പനി സനി സക സ ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി. സമഗ സഗ പമ ഗമ നിപമ പനി സ സാ നി സഗ ഗ സ നി പ നി പ మ ప ని ప స ని ప మ గ మ గ ని స ని స గ మ గ మ స గ స గ మ ప మ ప గ మ ప ని మ ప స మ మ గ ప ప మ ని ని ప స స ని గ స మ మ గ ప ప మ ని ని ప స സ നി ഗ സ మ మ ഗ പ പ మ നി നി പ സ സ നി ഗ സ ഹേതകലങ്ങളിൽ നീ ഇപ്പോൾ മഴമുകിലോട് തലയുന്നു വിരഹത്തിൻ സ്വരരാഗങ്ങൾ ശിവരഞ്ജിനിയായി മാറുന്നു ജനിമൃതി തൻ പാതയിൽ ഞാൻ എന്നും നിന്നെ തേടുന്നു രതിസുഖസാരേ നീ അരികിൽ വന്നെനിക്കൊരു മധുരം തൂകിത്തരുമോ? സനിക സമഗ പമ മ പനി പനി സനി സക സ ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽ വിളി അലനേയും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരവിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനിസ നിസക സഗമഗമപ മ പനി പനി സനി സക സ ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗേഴ്സിനെ എല്ലാവരെയും നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയാം. സുസിത്തു, ഇന്നത്തെ ഏറ്റവും നല്ല പെർഫോമർ ആരാന്ന് പറ. ഇന്നത്തെ ഏറ്റവും നല്ല പെർഫോമർ നമ്മുടെ കുഞ്ഞു വൈഷ്ണവി. മണം വീശും എന്നോട് മുടിക്കെട്ടിൻ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ. ഓടി ചെന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചോ കേട്ടോ. ക്യൂട്ടീസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് ബെസ്റ്റ് പെർഫോമറിന് കിട്ടുന്നത്. മണ്ണാരച്ചിപ്പുണ്ടു മാണിക്യക്കല്ലുണ്ടു കയ്യൽ വാർമതി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറില് ഞാൻ സെലക്ട് ആയി. മിന്ന മിന്നി രാരാരോ കണ്ണിൽ മിന്നി ആരാരോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിന്നോടൊപ്പം എന്നെന്നും
അക്കം പക്കം കൂടാലോ. വീക്ക്നെസ് ഫുഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ്, മെഴുക്കുവരട്ടി, പിന്നെ ഐസ്ക്രീമാണ്. കളിയും ഞാനാടാൻ കൂട്ടിനുണ്ടേ. ഞാൻ രണ്ടാമത്തെ റൗണ്ടിലേക്ക് ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹം എപ്പോഴും വേണം. എന്നോടൊപ്പം എന്നെന്നും അക്കം പക്കം കൂടാലോ.